വെക്കേഷൻ ആയതുകൊണ്ട് ചേച്ചി 2 പിള്ളേരും വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരാഗ്രഹം ചൂണ്ടാൻ പോകണമെന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, അവർക്ക് 2 ചൂണ്ടിനും കെട്ടി കൊടുത്തിട്ട് നേരെ വിട്ടു നമ്മുടെ അടുത്തുള്ള തോട്ടിലേക്ക്. എന്തായാലും പോകുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു ചൂണ്ട ഞാനും കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് തീറ്റയായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് മണ്ണിരയും കുറച്ച് മൈദയാണ് കേട്ടോ. അങ്ങനെ തീറ്റ കുളത്തി നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അധികം നേരം ഒന്നും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പരലുകുട്ടനാണ് അടിച്ച് കയറിയിരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു തോടാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് മീനുകളൊക്കെയുള്ള തോട് തന്നെയാണ്. എന്നാലും നമ്മളിവിടെ അധികം ചൂണ്ടാൻ വരാറില്ല. നമ്മൾ കുറച്ച് അകലെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകാറ് കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഈ സ്ഥലം അങ്ങനെ നമ്മുടെ വീഡിയോയിൽ അധികം വരാത്ത സ്ഥലങ്ങളാണ്. അങ്ങനെ ദേ നമുക്കൊരു പരലുകുട്ടനെയാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ദേ ഒരുത്തൻ തുള്ളിച്ചാടി വരുന്നുണ്ട് കേട്ടോ. ഏതോ ഒരു മീൻ ചൂണ്ടായിൽ തുമ്പത്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ സന്തോഷമാണ് ആ തുള്ളിച്ചാട്ടം. അങ്ങനെ ഏത് മീനാണെന്ന് നമ്മൾ നോക്കിയപ്പോൾ പള്ളാത്തിയായിരുന്നു കേട്ടോ അത്. അങ്ങനെ അതിനവിടെ ഇട്ടിട്ട് പുള്ളിക്കാരൻ വീണ്ടും അടുത്തത് ഇടാൻ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് നമുക്കും ഇങ്ങനെ ചെറിയ ഓരോ പരലിനെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലത്ത് നിന്നിട്ടാണ് ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻ പിടുത്തം ഹരം പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ വെയിലൊന്നും നമുക്കൊരു വിഷയമല്ലായിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത് കിട്ടിയതും ഒരു പരല് തന്നെയാണ് കേട്ടോ. നമുക്കെന്തോ പരല് മാത്രമാണ് കയറുന്നത്. അവരൊക്കെ അവിടെ വേറെ വേറെ മീനുകൾ പിടിക്കുമ്പോൾ എനിക്ക് പരല് തന്നെയാണ് കിട്ടുന്നത്. വെയിലൊന്നും ഒരു വിഷയമൊക്കെ അവർ അവിടെ തകർത്ത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനങ്ങനെ ദേ വീണ്ടും ഒരു പള്ളാത്തിനെ കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു പള്ളാത്തി തന്നെയാണ് കേട്ടത്. ചൂണ്ട വെള്ളത്തിൽ വീഴുമ്പോഴേക്കും അവർക്ക് മീൻ കിട്ടുന്നുണ്ട്. അത് കാരണം രണ്ടാൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. കാര്യം അങ്ങനെയൊക്കെ ആണെങ്കിലും രണ്ടാൾക്കും ചൂണ്ടയിൽ വന്ന് മീൻ എടുക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് പേടിയുണ്ട്. പിന്നെ ഇപ്പോൾ എടുത്തെടുത്ത് ശീലമായിട്ടുണ്ട്. ഇപ്പോഴത്തതേ അടുത്ത ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ ചൂണ്ട വാങ്ങി ഞാനൊന്ന് ഇട്ട് നോക്കിയത്. അപ്പോൾ അതേ എനിക്കും ഒരു വള്ളത്തിനെ കിട്ടി. അത് അവന് കിട്ടേണ്ട മീനായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പരാതിയായിരുന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട്. അവന് കിട്ടേണ്ട മീനൊക്കെ ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതിയിൽ നിൽക്കാണ് കേട്ടോ പുള്ളിക്കാരൻ. അങ്ങനെ അവൻ്റെ ചൂണ്ട അവന് കൊടുത്ത് ഞാൻ ദേ കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നു. അവൻ ദേ വീണ്ടും വള്ളത്തിനെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നീട് കുറച്ച് നേരത്തേക്ക് അവർ പിടിച്ചിടുന്ന മീനെ പറക്കിയിടലായി എൻ്റെ ജോലി. തോട്ടിൽ മീനൊക്കെ ഇന്ന് പിടിച്ചു തീർക്കും എന്ന ഭാഗത്തിലാണ് രണ്ടാളും മത്സരിച്ച് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മീനുകൾക്കൊക്കെ ഇന്ന് എന്തോ കിളി പോയി കിടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ രണ്ടാളും എന്തേ മത്സരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ആ മീൻ പുല്ലിൻ്റെ ഇടയിലേക്ക് വീണ് പോയിട്ടോ. പക്ഷേ പുള്ളിക്കാരൻ അതിനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. പുള്ളിക്കാരൻ എൻ്റെ ഉള്ളിൽ ഇറങ്ങി പുല്ലൊക്കെ വലിച്ച് പറിച്ച് ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെയോ അതിനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവന് മീൻ കിട്ടുന്നത് നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്തോടത്തും തുള്ളി ചാടുന്നത് നമ്മൾ കണ്ടത്. അത് എന്തിനാണ് എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും പുള്ളിക്കാരൻ്റെ കയ്യിലൊരു മീൻ കണ്ടപ്പോൾ മനസ്സിലായി. അത് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ആ തുള്ളിച്ചാട്ടുന്നത്. ആ കിട്ടിയ മീനും കൊണ്ട് പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരൻ കിട്ടിയൊരു കരിമീനായിരുന്നു. അങ്ങനെ നമ്മുടെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത്രയ്ക്ക് മീനാണ് ഇന്ന് ഒരു തോട്ടിൽ നിന്ന് പിടിച്ച് കൂട്ടിയത് കേട്ടോ. അതൊക്കെ ഇതേ നന്നാക്കി വെടുപ്പാക്കി അവന്മാർക്ക് തന്നെ നമ്മൾ വറുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.